Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ലെറിൻ ഡേവിസ് യാ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. അപ്പോൾ മക്കളെ നമ്മൾ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് കേട്ടോ പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ക്രിസ്മസ് എക്സാം വരുവാണ് അല്ലേ. സോ ക്രിസ്മസ് എക്സാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്താണ് ഈ ക്രിസ്മസ് എക്സാം, എത്രത്തോളം പോർഷൻസ് ഉണ്ടായിരിക്കും, എന്നായിരിക്കും എക്സാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഓൾറെഡി നിങ്ങൾ +1 ഇതുപോലെ ഒരു സെക്കൻഡ് ടെർമിനൽ എക്സാം അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യമായിട്ട് ഇൻ ഡെപ്ത് പറയേണ്ടതില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് അറിയേണ്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് കേട്ടോ പാസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എക്സാം ഡേറ്റ് എന്ന് വരും അല്ലെ. ആ ഡേറ്റ് അറിഞ്ഞാലാണ് നമുക്ക് എത്രത്തോളം ചാപ്റ്റേഴ്സ് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം എന്നുള്ളത് അറിയത്തുള്ളൂ. സോ ഏറെക്കുറെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു ഡേറ്റ് അനാലിസിസിന്റെ. സോ ഡിസംബർ 12 കൂടെ തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. ഏറെക്കുറെ ഒരു 10 days കൊണ്ടായിരിക്കും നമ്മുടെ എക്സാം ഫിനിഷ് ആവുന്നത്. ഓക്കെ, എല്ലാ ദിവസവും എല്ലാ ചാപ്റ്റേഴ്സിനും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിനും നമുക്ക് ബ്രേക്ക് ഒന്നും കിട്ടണമെന്നില്ല. 10 ദിവസം കൊണ്ടാണ് എക്സാം നടത്തുക. കാര്യം നമുക്കറിയാം നമ്മുടെ ലാംഗ്വേജസും അതുപോലെ തന്നെ നമ്മുടെ മേജർ ആയിട്ടുള്ള 4 സബ്ജക്റ്റുകളാണ് ഉള്ളത്. സോ ആ 6 സബ്ജക്റ്റും ഈ 10 ദിവസത്തിലായിരിക്കും നടക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു സാറ്റർഡേ സൺഡേ വരുന്നതായിരിക്കും. സോ ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ്. ഇതിൽ നിന്ന് ഒരുപാട് മാറാനോ അല്ലെങ്കിൽ നേരത്തെ ആകാനോ ചാൻസ് ഇല്ല. സോ നമ്മൾ ഏറെക്കുറെ ഒരു ചാൻസ് പോസിബിലിറ്റി പറയുകയാണെങ്കിൽ ഡിസംബർ 10th to 14th വരെ നമുക്ക് പറയാം. ഓക്കെ, ഈ ദിവസങ്ങളിലായിരിക്കും ഏറെക്കുറെ വരാനായിട്ടുള്ള സാധ്യത. അതിൽ 80% ഉറപ്പ് 12th സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ട്യൂസ്ഡേ ആണ് വരുന്നത്. സോ അന്നായിരിക്കും സാധ്യത, തുടങ്ങാനുള്ള സാധ്യത. 10 ദിവസം കൊണ്ടായിരിക്കും നമ്മുടെ എക്സാം കഴിയുന്നത്. ഓൾമോസ്റ്റ് 22 കൂടെ നമ്മുടെ എക്സാം കഴിയുന്നു. ആൻഡ് 23rd നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മൾ നടത്തുന്നു. അതിനുശേഷം നമ്മൾ വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷന് വേണ്ടി നമ്മൾ പോകുന്നു. ഓക്കെ, അപ്പം ഡേറ്റിന്റെ കാര്യത്തിൽ എനിക്ക് എന്താ പറയുക, നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കുറവില്ല. ഇനി അടുത്തതാണ് നമ്മുടെ സിലബസ്. ഓക്കെ, സിലബസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ, നമുക്ക് 70 to 80% ഓഫ് സിലബസ് കംപ്ലീറ്റ് സിലബസ് നമുക്ക് ഉണ്ടായിരിക്കും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ +1 എക്സാം എഴുതിയ കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അത്രത്തോളം തന്നെ സിലബസ് ഉണ്ടായിരിക്കും. ആൻഡ് കഴിഞ്ഞ വർഷം നോക്കുവാണെങ്കിൽ 2022 നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കീം അനുസരിച്ചിട്ടായിരുന്നു സിലബസ്. അതായത് സ്കീമിൽ എവിടെ വരെ ഉണ്ടോ അതുവരെയും നമ്മുടെ എക്സാമിന് ഉണ്ടായിരുന്നു. സോ ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് +1 സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറിയൊരു കൺസെഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കോംപ്രമൈസ് അതിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം അവരുടെ അഡ്മിഷനും ലേറ്റ് ആയിട്ടൊക്കെയാണ് തുടങ്ങിയത്. ബട്ട് എന്നിരുന്നാലും എന്നിരുന്നു കഴിഞ്ഞാലും +2 സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് സാധ്യതയുള്ളത്. സോ ഒരു 80% ഇത്രയും സിലബസ് തന്നെ ഉണ്ടാകും. ഇനി എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ, ഇപ്പം ഫിസിക്സിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സിൽ നമുക്ക് ടിൽ വേവ് ഒപ്റ്റിക്സ് വരെയാണ് നമ്മുടെ സ്കീം അനുസരിച്ച് നമുക്ക് ഡിസംബർ എക്സാമിന് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേവ് ഒപ്റ്റിക്സ് ചിലപ്പോൾ ഉണ്ടാകാതിരിക്കും. പക്ഷേ റേ ഒപ്റ്റിക്സ് വരെ എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ ലാസ്റ്റത്തെ ഒരു ചാപ്റ്ററിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും മാറ്റം വരാമെന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ആൻഡ് കെമിസ്ട്രിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽഡിഹൈഡ് കീറ്റോൺസ് ആ ഒരു ചാപ്റ്റർ വരെയും നിങ്ങൾക്ക് ഉണ്ടാകും. സോ യെസ്, അപ്പോൾ നമ്മൾ അവിടെയും പഠിക്കണം. അതും ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പം ഈ ഒരു ചാപ്റ്റർ ഒഴിവാക്കാം. നമുക്ക് ആൽക്കഹോൾസ് വരെ ആയിരിക്കാം ഉണ്ടാകുന്നത്. ഇനി ബയോളജിയുടെ കേസ് പറയുമ്പോൾ ബയോളജിയിൽ നിങ്ങൾക്ക് ബോട്ടണി ഉണ്ട്, അതുപോലെ തന്നെ സുവോളജി ഉണ്ട്. ഓക്കെ, ബോട്ടണി ഉണ്ട്, സുവോളജിയിലുണ്ട്. സുവോളജിയുടെ ഹ്യൂമൻ ഹെൽത്ത്, ഓക്കെ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്, ഓക്കെ, അതാണ് നമ്മുടെ ചാപ്റ്റർ. ടിൽ ആ ഒരു ചാപ്റ്റർ വരെ നമുക്ക് ഉണ്ടാകും. ആൻഡ് ഓൾസോ ബോട്ടണിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ്, ഓക്കെ, ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് വരെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പം ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ ഉണ്ടാവില്ല. അതിന് തൊട്ട് മുമ്പുള്ള ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ് അവിടെ വരെ ആകാം. ഓക്കെ, നമുക്ക് അതിൽ ഉറപ്പ് പറയാനായിട്ട് പറ്റത്തില്ല. ആൻഡ് ഓൾസോ ഇനി മാത്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ മാത്തമാറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെക്കുറെ 3 dimensional ജോമെട്രി വരെയും നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പം ആ ഒരു ചാപ്റ്റർ ഒഴിവാക്കിയിട്ട് വെക്ടർ ഓൾജിബ്ര വരെ ആയിരിക്കാം ഉണ്ടാകുന്നത്. സോ സിലബസിന്റെ കേസ് നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ മാക്സിമം പോയ 2 ചാപ്റ്റർ ഒഴിവാക്കും എന്നല്ലാതെ കൂടുതൽ മാറ്റങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ആൻഡ് ഓൾസോ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസ് ആണല്ലോ. ഫിസിക്സിന്റെ കേസ് ആണെങ്കിൽ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്തതാണ്. സോ അതർ ദാൻ ദാറ്റ് ഓൾറെഡി നിങ്ങൾ ആ 4 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞതാണ്, എക്സാം എഴുതിയതാണ്. ആൻഡ് അതിനുശേഷമുള്ള മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ്, ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും അഡീഷണൽ ആയിട്ട് നമുക്ക് വരുന്നത്. അതിൽ നമുക്കറിയാം എല്ലാം കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ഇച്ചിരി കൂടെ വലുത് എന്ന് പറയാനായിട്ട് നമുക്കുള്ളത് തീർച്ചയായിട്ടും റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സ് ആണ്. ആൻഡ് വേവ് ഒപ്റ്റിക്സിന്റെ കാര്യത്തിൽ സ്റ്റിൽ നമുക്കൊരു ഡൗട്ട് അവിടെ നിലനിൽക്കുന്നതിൽ തെറ്റില്ല. കാരണം എന്തുവാണെങ്കിൽ അത്രയും ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ആൻഡ് ഇനിയുള്ളത് നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ളത് വളരെ തുച്ഛമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. സോ അതൊരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും പറഞ്ഞല്ലോ, സിലബസ് കഴിഞ്ഞ വർഷം സ്കീം അനുസരിച്ചിട്ടുള്ള സിലബസ് തന്നെയായിരുന്നു എക്സാമിന് ഉണ്ടായിരുന്നത്.
പറയുന്നത്. അതുകൊണ്ട് ഈ വർഷവും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡേറ്റ് കിട്ടി, സിലബസ് കിട്ടി. ഇനി അടുത്ത് നമുക്ക് എന്താണ് വേണ്ടത്? ടൈം ടേബിൾ ആണ്. ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഇന്ന് തന്നെ ഉണ്ടാക്കുക. ഓക്കെ, കാരണം ഇപ്പം നമ്മൾ ലേറ്റ് ആണ്, ഓൾറെഡി നമുക്ക് ലേറ്റ് ആണ്. ഇപ്പം ഇത്രയും ചാപ്റ്റേഴ്സ് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫിസിക്സിൽ ഇത്രയും ചാപ്റ്റേഴ്സ്, കെമിസ്ട്രിയിൽ ഇത്രയും ചാപ്റ്റേഴ്സ്, ബയോളജി, മാത്സ്, അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ മലയാളം, ഹിന്ദി ഒക്കെ ഉണ്ട്. സോ ഇതെല്ലാം നമ്മൾ പഠിച്ചു വരണമെങ്കിൽ നമുക്കൊരു മിനിമം ഡേയ്സ് എങ്കിലും വേണ്ട. അതായത് ഇത്രയും നമ്പർ ഓഫ് ചാപ്റ്റേഴ്സിന്റെ അത്രയും പോലും നമുക്ക് ഇനി ദിവസമില്ല. ഇന്നിപ്പോൾ നമ്മൾ ഇരിക്കുന്നത് നവംബർ 10th ആണ് അല്ലേ, നവംബർ 10th ആണ് എന്നുള്ളത്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഓൾമോസ്റ്റ് നമുക്ക് നവംബറിലാണെങ്കിൽ 20 ദിവസം, ഡിസംബറിൽ നമുക്ക് ഹാർഡ്ലി ഒരു 10 ദിവസം കൂടെ കിട്ടും. സോ 30 days ആണ് ഇനി നമുക്ക് തിരിച്ചു ഉള്ളത്. ഓക്കെ, 30 ദിവസങ്ങളായി ഇനി നമുക്ക് ബാക്കിയുള്ളൂ. അപ്പം ഈ 30 ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ്, അപ്പം നമുക്കറിയാം ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ചിട്ട് പഠിച്ചാൽ പോലും നമുക്ക് തീരത്തില്ല, അത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാ സബ്ജക്റ്റും നമ്മൾ ഒരു ചാപ്റ്ററിൽ കൂടുതൽ ഒരു ദിവസം വെച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തവണത്തെ എക്സാമിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആൻഡ് ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, റിലീഫും കൂടെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഭയങ്കര റഷിലോട്ട് പോവാണ്. നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം, നിങ്ങളുടെ റെക്കോർഡ് എഴുതലും അതും ഇതൊക്കെ ആയിട്ടൊക്കെ ടെൻഷനിലാണ്. സോ ടിൽ ഈ ഒരു ചാപ്റ്റർ വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് റിലാക്സ്ഡ് ആവുന്ന സമയത്ത് നമുക്കൊരു 2 weeks കൊണ്ടൊക്കെ ഫിനിഷ് ചെയ്യാവുന്ന ചാപ്റ്റേഴ്സേ ഇനിയുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ മോഡൽ എക്സാം വരും. സോ ഇനി പഠിക്കാന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനുള്ള സമയമാണ് നമുക്കുള്ളത്. സോ ഈ ഒരു സമയം ഉണ്ടല്ലോ, ഇപ്പോൾ ഈ 30 ദിവസം ആയിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങളുടെ ക്രിസ്മസ് വെക്കേഷൻ ആയിക്കോട്ടെ, അതെല്ലാം ആഡ് ചെയ്തിട്ട് ആ ദിവസങ്ങളിൽ കൂടുതലും റിലാക്സ് ചെയ്ത് പഠിക്കുക. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂലല്ല, ആ ചാപ്റ്റർ എന്താണ് അല്ലെങ്കിൽ ആ സബ്ജക്ട് എന്താണ്, ആ ടോപ്പിക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. സോ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പം ചിലരൊക്കെ ഓൾറെഡി ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും. സോ അവരൊരു റിവിഷൻ ആയിരിക്കും ഇനി ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്, ഒരു പ്രശ്നമില്ല. നമുക്കൊരു ഓൾമോസ്റ്റ് 1.5 അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചാപ്റ്റർ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ഒന്ന് റിവൈസ് ചെയ്യുന്നു. സോ ഒരു 1.5 hours ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിന് വെച്ചിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിലബസ് ഫിനിഷ് ചെയ്യാനും പറ്റും. ആൻഡ് ഓൾസോ അഡീഷണൽ ആയിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടും. ഓക്കെ, എങ്ങനെയാണെങ്കിൽ റിവിഷൻ ആണെങ്കിൽ ഇനി ഒന്നേ എന്ന് തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഓൾറെഡി സ്കൂളിൽ എന്താ പറയുക കുറച്ച് പോർഷൻസ് പോകുന്നുണ്ടാവും. അവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹോംവർക്ക്സ് ഉണ്ടായിരിക്കും, അസൈൻമെന്റ്സ് ഉണ്ടായിരിക്കും, കുറെ ബ്ലാ 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 കാര്യങ്ങളുണ്ടാവും അല്ലേ. അപ്പം അതിന്റെ കൂട്ടത്തിൽ ഒന്നേ എന്ന് പറഞ്ഞ് തുടങ്ങാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് കൂടുതൽ സമയം ഇനി നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇത്രയും ദിവസത്തിനുള്ളിൽ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ഹാർഡ്ലി 30 days ആണ് ഇനി നമുക്ക് എക്സാമിന് വേണ്ടി കിട്ടുക. ഓക്കെ, അപ്പം ആ 30 days നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇപ്പം ഭയങ്കര പ്രോപ്പറായിട്ട് ഇൻ ഡെപ്ത് പഠിക്കുക എന്നുള്ളതിനെ മാറ്റി നിർത്തിയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂല എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അതായത് എക്സാമിന് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പഠിത്തമായിട്ട് ഇപ്പം ടെമ്പററി ആയിട്ട് തീർക്കുക. കാരണം 30 ദിവസമേ ഉള്ളൂ, ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്, പറ്റത്തില്ലെങ്കിൽ ഇത് ചെയ്യുക. ആൻഡ് ഓൾസോ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരുന്ന ഡിസംബർ ഹോളിഡേയ്സ്, നമ്മുടെ ക്രിസ്മസ് ഹോളിഡേയ്സിൽ തീർച്ചയായിട്ടും വീണ്ടും ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാനും മനസ്സിലാകാതെ പോയ ഭാഗങ്ങൾ ഒന്നും കൂടെ മനസ്സിലാക്കി പഠിക്കാനും വേണ്ടിയിട്ട് ആ ദിവസങ്ങൾ എടുക്കുക. ആൻഡ് ജാനുവരിയിലും ഫസ്റ്റ് 2 weeks നിങ്ങൾ കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും. പിന്നെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പ്രാക്ടിക്കൽസിന് ഒന്നും പഠിക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങൾ ആ സമയത്ത് കുറച്ച് ടെൻഷനിലാവും, കുറച്ചധികം നിങ്ങൾ അതിന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ പ്രാക്ടിക്കൽസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് പലപ്പോഴും സ്കിപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തിയറി ക്ലാസ്സസ് കുറവായിരിക്കും കിട്ടുന്നത് ഇനി ജാനുവരിയിലോട്ട് വരുമ്പോഴത്തേനും. സോ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരും പെട്ടെന്ന് സിലബസ് ഫിനിഷ് ചെയ്യാനായിരിക്കും ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്കൂളുകളും സിലബസ് ഓൾറെഡി ഫിനിഷ് ആണ്. ഓക്കെ, ഇനി കുറച്ച് 1-2 ചാപ്റ്റേഴ്സ് മാത്രം ബാക്കി നിൽക്കുന്ന സ്കൂളുകളും ഉണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത് ഇനി ജാനുവരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു റഷ് ആയിരിക്കും. ഇപ്പോൾ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി വേവ് ഓപ്റ്റിക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ചാപ്റ്റേഴ്സ് ആറ്റംസ്, ന്യൂക്ലിയർ, ഡുവൽ നേച്ചർ, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ഒക്കെ ഇനിയും കിടക്കാണ്. അപ്പം ഇതൊക്കെ 2 ആഴ്ചയ്ക്കുള്ളിൽ ഫിനിഷ് ചെയ്യാനായിരിക്കും ടീച്ചേഴ്സ് നോക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ വിടും. സോ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേനും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാംസ്, സ്കൂൾ ബേസ്ഡ് എക്സാംസ് അവിടെ വെയിറ്റ് ചെയ്യും. ദെൻ നിങ്ങൾക്ക് മോഡൽ എക്സാം ആയിരിക്കും, പിന്നെ നിങ്ങൾക്ക് മാർച്ചിലെ ബോർഡ് എക്സാം ആയിരിക്കും വരുന്നത്. സോ തീർച്ചയായിട്ടും ഇനി വരുന്നത് ഒരു റഷ് പീരീഡ് ആണ് മക്കളെ. അവിടെ നിങ്ങൾക്ക് ഇനി കോംപ്രമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ന് പഠിക്കണം നാളെ പഠിക്കാം എന്ന് ചിന്തിക്കാനോ സമയമില്ല. കാരണം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, നിങ്ങളിപ്പോൾ പ്ലസ് 2 പഠിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാവിയെ ഒരുപാട് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കണക്ക് വെച്ചിട്ട്, അതായത് ഇത്രയും ദിവസമേ എനിക്ക് പഠിക്കാനുള്ളൂ, സോ എത്രയും നേരത്തെ ഞാൻ പഠിച്ചു തീർക്കുന്നു അത്രത്തോളം റിലാക്സ്ഡ് ആയിട്ട് എനിക്ക് ബോർഡ് എക്സാമിന് പോകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു ചിന്തയോടുകൂടെ ഇനി മുന്നോട്ട് പോകാനായിട്ടും ശ്രദ്ധിക്കാം. ഇനി അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഡേറ്റ് നമുക്ക് മനസ്സിലായി, സിലബസ് മനസ്സിലായി, ടൈം ടേബിളും നമ്മൾ ഫിക്സ് ചെയ്യാൻ റെഡിയാണ്. നമുക്ക് നമ്മുടെ കുറവുകളും നമ്മുടെ കൂടുതലുകളും നമ്മുടെ വീക്ക് ആയിട്ടുള്ള പോയിന്റുകളും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ്സും നമുക്ക് തന്നെ അറിയത്തുള്ളൂ. അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഒരു ടൈം ടേബിൾ തയ്യാറാക്കാനായിട്ട്. ടൈം ടേബിൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാത്തൊരു ടൈം ടേബിൾ ഉണ്ടാക്കരുത്.
ഓക്കെ, അതായത് നിങ്ങളിപ്പം 6 മണിക്ക് എണീക്കുന്ന ആൾക്കാരായിരിക്കും യൂഷ്വലി, എന്നിട്ട് 4 മണി മുതലുള്ള ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആൻഡ് ഓൾസോ ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലൊരു ടൈം ടേബിൾ ഉണ്ട്, ഞാൻ എന്നാൽ ഇത് ഫോളോ ചെയ്യാം. പക്ഷേ അവർ പോകുന്നതും കോച്ചിങ്ങിനും ട്യൂഷനും ഒക്കെ പോകുന്നുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നുണ്ടാവും അവർ പോകുന്നുണ്ടാവില്ലായിരിക്കും. സോ അങ്ങനെ ടൈം ടേബിൾ കോപ്പി അടിക്കാനുള്ളതല്ല, സ്വന്തമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക, പ്രോപ്പറായിട്ട് അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഈ ടൈം ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ആണ് അറിയേണ്ടത്. സോ നിങ്ങൾക്ക് 2 മണിക്കൂർ ഡ്യൂറേഷനുള്ള 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ഓക്കെ, 60 മാർക്സ് 2 hours ഡ്യൂറേഷൻ ആണ് ഉണ്ടാവുക. അതിൽ നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആദ്യത്തേതിൽ 7 ചോദ്യങ്ങളാണുള്ളത്. ആ 7 ചോദ്യത്തിൽ നിങ്ങൾ വെറും 5 ചോദ്യം എഴുതിയാൽ മതി. എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ തന്നെയാണ്, മീൻസ് എല്ലാ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. സെക്ഷൻ എ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ 5 നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് നമുക്ക് അറിയണം, കാരണം നമുക്കിനി ടൈം കൂടുതൽ വേണ്ട കുറേ ഭാഗങ്ങൾ അവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ 2 മാർക്കിന്റെ ഭാഗമാണ്, അതായത് 8 to 14. ഓക്കെ, 8 മുതൽ 14 വരെയുള്ള ഭാഗത്ത് നിന്ന് നിങ്ങൾ 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. അതും ഓപ്ഷനിലാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പം ഈവൻ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾ ഒഴിവാക്കിയാലും, ഓക്കെ, ഏതെങ്കിലും ഒരു കുഞ്ഞു ചാപ്റ്റർ നിങ്ങൾ ഒഴിവാക്കിയാലും ഫുൾ മാർക്ക് മേടിക്കാനുള്ളത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയുണ്ട്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ക്വസ്റ്റ്യൻസ് അത് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് 1-2 ചോദ്യങ്ങൾ ആ ഒരു സെക്ഷനിൽ തന്നെ ഉണ്ടാവും. അത് മിക്കവാറും നിങ്ങൾ പഠിക്കാതെ പോയ ചാപ്റ്ററിന്റെ ആയിരിക്കും. സോ അത് ഇല്ലെങ്കിലും, മീൻസ് സമയം കിട്ടിയില്ലെങ്കിൽ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്താലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ പറ്റും. പക്ഷേ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ചാപ്റ്റർ വെച്ച് ബാക്കി എല്ലാ ചാപ്റ്ററും അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ 8 to 14 2 മാർക്ക് വെയിറ്റേജ് ഉള്ള 5 ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. പിന്നെ നോക്കുവാണെങ്കിൽ 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ്, അങ്ങനത്തെ 6 ചോദ്യങ്ങൾ. ഓക്കെ, 15 to 21. ഓക്കെ, 6 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. എല്ലാത്തിനും 3 മാർക്ക് വെച്ചിട്ടാണ്. സോ 3 മാർക്കിന്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 4 മാർക്കിന്റെ ആണ് വരുന്നത്. 4 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ആൻഡ് 5 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. സോ 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക് ആൻഡ് 5 മാർക്ക്. ഇതാണ്, ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. 1 മാർക്ക് വെയിറ്റേജ് ഉണ്ടായിരിക്കും, 2 മാർക്ക് വെയിറ്റേജ് ഉണ്ടായിരിക്കും, 3 മാർക്ക് ഉണ്ടായിരിക്കും, 4 മാർക്ക് ഉണ്ടായിരിക്കും, 5 മാർക്കും ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് വെയിറ്റേജ് വരുന്നത് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്കിപ്പം സിലബസിലെ സംശയങ്ങളൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പം ടൈം ടേബിൾ ഇടുവാണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് 1 ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, തൽക്കാലത്തേക്ക് ഏറ്റവും അവസാനത്തേക്ക് വെക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ടൈം ടേബിൾ വരും. അപ്പോൾ നമുക്ക് കൺഫേം ആവും അത് പഠിക്കണോ വേണ്ടോ എന്നുള്ളത്. ഇനി പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും വേണ്ട, കാരണം അതൊന്നും എവിടേക്കും പോകില്ല, നമ്മുടെ തലയിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അത് വറി ചെയ്യേണ്ടതില്ല. സോ സിലബസിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ടൈം ടേബിൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ഇപ്പം ലൈക്ക് വേവ് ഒപ്റ്റിക്സും റേ ഒപ്റ്റിക്സും, ഓക്കെ, അതാണ് ഫിസിക്സിന്റെ വരുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങളിപ്പം സ്കൂളിലൊക്കെ ഈ ചാപ്റ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി പഠിക്കാത്തവർക്ക് വേണ്ടി പറയുവാണ്, നിങ്ങളത് ലാസ്റ്റ് വീക്കിലോട്ട്, അതായത് നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് അവസാനത്തേക്ക് ഈ ചാപ്റ്റേഴ്സ് വെക്കാം. അപ്പം ഏറെക്കുറെ നമുക്ക് ടൈം ടേബിൾ കിട്ടും. അതുപോലെ തന്നെ എത്രത്തോളം പോർഷൻസ് ആണ് എക്സാമിനുള്ളതെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, യെസ്, ഇതങ്ങ് ഉണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്ത് പഠിക്കുക. ഇല്ലെങ്കിൽ ആ ദിവസത്തേക്ക് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള അഡീഷണൽ ഒരു ദിവസം കൂടെ കിട്ടുവാണ്, അഡീഷണൽ 1-2 ദിവസം കിട്ടുവാണ്. സോ തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓൾ ദ വെരി ബെസ്റ്റ്. ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിന് എന്തായാലും വേദാന്തു മലയാളം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി പ്ലാനും കാര്യങ്ങളായിട്ട് ഞങ്ങൾ നവംബർ 15 വരുന്നതായിരിക്കും, നവംബർ 14 വരുന്നതായിരിക്കും. സോ നമ്മൾ 16 ഓൺവേർഡ്സ് പുതിയ ഒരു സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ക്രിസ്മസ് എക്സാം മാത്രമായിരിക്കും നമ്മുടെ ഫോക്കസ് വരുന്നത്. ആ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് A+ വാങ്ങിച്ചു തരുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മക്കളെ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.